ഹലോ എവ്രിവൺ, സമയം രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. വേറെ എവിടേക്കല്ല, നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാൻ തന്നെയാണ്. അതെ, ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാണ്, ഫുൾ ഫാമിലി. കുറച്ച് സമയമൊന്നും കണ്ണടയ്ക്കാൻ വെച്ച് കിടന്നതാണ്. പക്ഷെ എണീക്കുമ്പോഴേക്കും 5 മണിയായി. പിന്നെ എല്ലാം ഷടപടയെന്നായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ റെഡിയായി. ഞാൻ സാരി ഒന്നും എടുത്തില്ല, ഇതേപോലെ ഒരു ചുരിദാറാണ് ഇട്ടുള്ളത്. എല്ലാവരും പെട്ടെന്ന് കുളിച്ച് റെഡി ആയതാണ് കേട്ടോ. എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ രണ്ടാളും റെഡിയായി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോരുത്തരായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. 2 സുന്ദരികളെ കണ്ടല്ലോ. അമ്മയും ഏട്ടനമ്മയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ 2 ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛന്മാരെന്ത് ചെയ്ത് വേഗം കുളിച്ചു മാറ്റി അവർ തൊഴാൻ പോയി. ഞങ്ങൾ പിന്നെ ഇങ്ങനെ റെഡിയായി എല്ലാവർക്കും കൂടി പോവാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തതാണ്. ഇത് ഞങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവനുണ്ടായിരുന്നു, പിന്നെ അച്ഛൻ, പിന്നെ അപ്പുറത്ത് അനിയനുണ്ട്. അവർ തമ്മിൽ എന്തൊക്കെയോ പറയാട്ടോ. 5 മണിക്ക് എന്ത് പറയാനാലേ ഉറങ്ങി എണീറ്റിട്ട്. അപ്പം ഒട്ടും ലേറ്റ് ആക്കണ്ട വിചാരിച്ച് വേഗം തന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് കുളിച്ചൊരുങ്ങി സെറ്റായി അമ്പലത്തിലേക്ക് പോവാണ്. കിഴക്കേ നടയോ ഏതൊരു നടേൻ്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ ഈ ഒരു സ്റ്റേ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ ദാ സെറ്റായിട്ടുണ്ട്. പിന്നെ അമ്മമ്മയാണ് കൂടെ ഉള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഗുരുവായൂർ അമ്പലത്തിലെത്തി. തൊഴാൻ പോയപ്പോൾ ഉള്ള ക്ലിപ്സൊന്നും ഞാൻ എടുത്തില്ല, കാരണം നമ്മുടെ ഫോണൊന്നും അങ്ങോട്ട് കയറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ തൊഴുത് വന്ന ശേഷമുള്ള ക്ലിപ്സാണ് കേട്ടോ. തൊഴുത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വെറുപ്പിക്കാൻ തുടങ്ങി, എനിക്ക് പാൽപ്പായസം വേണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഷീട്ടാക്കി പ്രസാദ കൗണ്ടറിൽ പോയിട്ട് അത് മേടിക്കാൻ പോയി. പായസവും വെണ്ണയും പഴവും ഒക്കെ ഞാൻ മേടിച്ചിട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്, കാരണം കുറേ കാലമായി ഞാൻ ഗുരുവായൂർ പോയിട്ടു. അപ്പോഴേ പായസം വാങ്ങാനുള്ള ക്യൂ ആണ് കേട്ടോ. അത് എന്നെപ്പോലെ നിങ്ങൾ എത്ര പേർക്ക് ഗുരുവായൂർ അമ്പലത്തിലെ പാൽപ്പായസം ഇഷ്ടമാണ്? ഞാനിവിടെ പറഞ്ഞല്ലോ, ഒരുപാട് കാലമായി വന്നിട്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ക്രേവിങ്സ് ഉണ്ടായിരുന്നു ഇവിടുത്തെ പാൽപ്പായസം കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ പാൽപ്പായസം കിട്ടി. എനിക്ക് ഒട്ടും ക്ഷമയില്ലായിരുന്നു കേട്ടോ. അപ്പം നല്ല ചൂട് പാൽപ്പായസം കൈ കിട്ടിയപാടെ ഞാൻ പറഞ്ഞു, ഞാനിപ്പം തന്നെ അത് കുടിക്കും എന്നുള്ളത്. എല്ലാവരും നോക്കുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ, ഈ കുട്ടിക്ക് എന്താ എത്ര ക്ഷമയില്ലാത്തതെന്നായിരിക്കും കേട്ടോ. പക്ഷെ നമുക്കുള്ള ഇഷ്ടം നമ്മൾ അപ്പം തീർക്കണ്ടേ. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അവിടെ ഒരു സൈഡിൽ തന്നെ ഞാൻ പായസം കുടിച്ച്. അടിപൊളി ടേസ്റ്റ്. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അരങ്ങേറ്റത്തിനാണ് ലാസ്റ്റ് ഗുരുവായൂർ വന്നിട്ടുള്ളത്. പിന്നെ കല്യാണം കഴിയേണ്ടി വന്നു ഗുരുവായൂർ ഒന്ന് വരാൻ വേണ്ടിയിട്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയം ഉണ്ടെന്നല്ലേ പറയല്ലേ. പക്ഷേ എനിക്ക് ഇവിടുന്ന് ഒട്ടും പോകാനേ തോന്നിയില്ല കേട്ടോ. ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഗുരുവായൂർ വന്നാണ്ടാവുന്ന ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അങ്ങനെ ഗുരുവായൂരിലെ ദർശനവും അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റൂം എത്തുന്നതിന് മുൻപ് ഒരു ഹോട്ടൽ കണ്ടിട്ടോ, ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ. അവിടെ കയറി ഞങ്ങൾ മസാല ദോശ മേടിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമായില്ല. പിന്നെയും വടയൊക്കെ അവിടെ നല്ല തോന്നുന്നു. പിന്നെ വട ഞാൻ കഴിക്കാറില്ല. മസാല ദോശ എന്താണെങ്കിലും ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കോളായിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളിത് അവിടെ ഇരിക്കുകയാണ്. ഇതാണ് കേട്ടോ എൻ്റെ അമ്മമ്മ വീട് വരുന്നത് നമ്മുടെ തളി അമ്പലത്തിനടുത്താണ് അമ്മമ്മേൻ്റെ വീടൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ റൂമിലേക്ക് പോവാണ്. ഗുരുവായൂരായതുകൊണ്ട് ഒബ്വിയസ്ലി നമ്മൾ എപ്പോഴും കാണുന്ന ആളാരാ, ആനേനെ കണ്ടോ, പട്ടയൊക്കെ ആയിട്ട് ആളിങ്ങനെ വരുവാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സീന് ഡയറക്റ്റ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിരുന്നു, നല്ല രസം. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഈ ആനേനൊക്കെ നമ്മൾ എപ്പോൾ കാണുകയാണെങ്കിലും അതൊരു കൗതുകത്തോടുള്ള നോട്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്നൊക്കെ ചെക്ക് ഔട്ട് ചെയ്ത് ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ മമ്മിയൂരിൽ കയറലുണ്ട്. ഇപ്പം മമ്മിയൂരിൽ എന്തൊക്കെയോ പണി നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ നട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്നൊക്കെ തൊഴുത് മമ്മിയൂരിലെ പ്രസാദം വാങ്ങി. അടുത്തത് ഞങ്ങൾ പോകുന്നത് നേരെ നമ്മുടെ ആനക്കോട്ടയിലേക്കാണ്. അതും ഗുരുവായൂരിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഗുരുവായൂർ വന്നാൽ ആനക്കോട്ടയിൽ പോകല്, ആനക്കോട്ടയോ ആനപ്പന്തിയോ എന്ത് വേണം പറയാം, അവിടെയും ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ടിക്കറ്റൊക്കെയാണ്, എല്ലാം റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ട് വന്നോണ്ടാട്ടോ, ഈ അടുത്ത് പോയവർക്കൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ അന്ന് 7ാം ക്ലാസ് പഠിക്കുമ്പോൾ പോയതല്ലേ, പിന്നെ ഇപ്പോഴല്ലേ വരും. പിടിയാനയും കൊമ്പനാനയും കുറേ ഉണ്ട് കേട്ടോ അവിടെ. ഈ ആന ഉണ്ടല്ലോ നിർത്താതെ ഇങ്ങനെ കളിക്കും. സ്റ്റാർട്ടിങ് തന്നെ ഈ ഒരു ആനയാണുള്ളത്. ആളുകൾക്ക് എൻ്റർടൈനിങ് എന്നുള്ള രീതിയിൽ പാവം ഒരു മിനിറ്റ് അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അടുത്തൊരാളെ കാണിച്ചു തരട്ടെ. ഇതാ വെറുതെ ഇരുന്ന് മണ്ണെടുത്തിട്ട് മേലേക്ക് ഇടുക, എന്താണെന്നറിയില്ല കേട്ടോ. നല്ല വികൃതിയുള്ള ആനക്കുട്ടി തന്നെ. അത്ര വലിപ്പമൊന്നുമില്ല, ആനക്കുട്ടി എന്ന് തന്നെ വേണം പറയാം. മണ്ണെടുത്തിട്ട് ചുമ്മാ ഇടന്ന് മേല് മുഴുവനാക്കുക, ഇതാണ് ഇതിൻ്റെ പരിപാടി. അത് കാണാനും ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും അല്ല കേട്ടോ, ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ ഒരുപാട് ആനകളുണ്ട്. കണ്ടില്ലേ, നമ്മളിങ്ങനെ നടന്ന് കാണാൻ മാത്രമുള്ള ആനകളുണ്ട്.
ഇവരൊക്കെ തന്നെയായിരിക്കും ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ കൊണ്ടുവരുന്നത്, എന്തോ എനിക്കറിയില്ല. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തന്നെയാണ് ഈ ആനകൾ മുഴുവനും. അങ്ങനെ ചിലർ ഫുഡ് കഴിക്കുന്നുണ്ട്, ചിലർ ഉറങ്ങുന്നുണ്ട്, അങ്ങനെ കുറേ കണ്ടു. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ നേരെ ഉച്ചയ്ക്ക് പോയത് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ആ ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. അവിടെയായിരുന്നു ഞങ്ങൾക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ. അവിടുന്ന് സോറി, ഞാൻ ക്ലിപ്സ് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്യാഞ്ഞത്. ഞാൻ എടുത്തു വെച്ചിരുന്നു, എങ്ങനെയോ എൻ്റെ അടുത്ത് ഡിലീറ്റ് ആയി. ഞാൻ കുറച്ച് മുമ്പ് പോയൊരു ട്രിപ്പാണ് കേട്ടോ ഇത്. അങ്ങനെ ഫൈനലി ഈവനിങ് ആയി. അവിടുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട് പിടിച്ചു. അപ്പോൾ ബൈപ്പാസിൻ്റെ സൈഡിൽ നിർത്തിയാണ്, എല്ലാവരും ഉണ്ട്. ഒരു വണ്ടി ഞാനാണ് വിത്ത് ലേഡീസ്, അടുത്ത വണ്ടിയിൽ വരും. അങ്ങനെ എന്തായാലും ഞങ്ങളുടെ യാത്ര അടിപൊളിയായി കഴിഞ്ഞു.